നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചെറുധാന്യങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ഒരുപാട് കാലമായി പ്രമേഹം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊരു സൂപ്പർ ഫുഡായി മാറുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളോടൊരു ചോദ്യം. ഒരു 10 വർഷത്തിൽ കൂടുതലായി ടൈപ്പ് 2 പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ആണെങ്കിൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, മരുന്നൊക്കെ കഴിച്ച് നിങ്ങളുടെ ഷുഗർ ലെവൽസ് ഒരുവിധം സ്റ്റേബിൾ ആയിരിക്കും അല്ലേ? പക്ഷേ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ മെറ്റബോളിക് ഹെൽത്ത്, അതായത് ഉപാപചയ ആരോഗ്യം ശരിക്കും മെച്ചപ്പെടുന്നുണ്ടോ? അതോ നമ്മൾ വെറുതെ നമ്പറുകൾ മാത്രം നോക്കി സമാധാനിക്കുകയാണോ? മരുന്നിന്റെ മാത്രം ബലത്തിൽ മുന്നോട്ടു പോവാതെ ആരോഗ്യം തിരിച്ചുപിടിക്കാൻ പറ്റോ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുള്ളൊരു കിടിലൻ ഉത്തരമാണ് ചെറുധാന്യങ്ങൾ. ഇതൊരു പുതിയ സൂപ്പർ ഫുഡ് ട്രെൻഡാണെന്നൊന്നും കരുതരുത്. അല്ല, ഇത് നമ്മുടെ ഉപാപചയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന, ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ട, നമ്മുടെയൊക്കെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ഒരു പുരാതന പരിഹാരമാണ്. ഇതൊന്നു നോക്കി, 2 ധാന്യങ്ങൾ തമ്മിലുള്ള ഒരു ചെറിയ താരതമ്യം. നമ്മൾ എന്നും കഴിക്കുന്ന മിനുക്കിയ അരിയും ഒരു ചെറുധാന്യമായ ചാമയും. അരിയിൽ ഫൈബർ എത്രയാ? 0.2 മുതൽ 5 ഗ്രാം വരെ മാത്രം. ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണെങ്കിലോ 70 മുകളിലും, അതായത് ഷുഗർ പെട്ടെന്ന് കൂട്ടും. ഇനി ചാമയുടെ കാര്യം നോക്കൂ, ഫൈബർ 10 മുതൽ 13 ഗ്രാം വരെ, ഗ്ലൈസെമിക് ഇൻഡെക്സോ വെറും 42. ആ വ്യത്യാസം കണ്ടോ? അതാണ് കളിയുടെ ഗതി മാറ്റുന്നത്. അപ്പോ ഈ ചെറുധാന്യങ്ങൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്? വെറുതെ ഫൈബർ കൂടുതലുള്ളതുകൊണ്ട് മാത്രമാണോ? അല്ല, ഇതിന്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ട്. നമുക്ക് ആ ഡേറ്റയും അതിന്റെ പ്രവർത്തന രീതികളും എന്താണെന്ന് നോക്കാം. ഇത് നോക്കൂ, ഇത് ക്ലിനിക്കൽ പഠനങ്ങളിൽ നിന്ന് കിട്ടിയ ഡേറ്റയാണ്. വെറും സംസാരമല്ല. സ്ഥിരമായ ചെറുധാന്യങ്ങൾ കഴിക്കുന്നവരിൽ ഫാസ്റ്റിംഗ് ഷുഗർ, അതായത് രാവിലെ വെറും വയറ്റിലുള്ള ഷുഗർ, ഏകദേശം 12% കുറഞ്ഞു. ഇനി ഭക്ഷണം കഴിച്ചതിനു ശേഷമുള്ള ഷുഗറോ? അത് 15% വരെയാണ് കുറഞ്ഞത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കണ്ടെത്തലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിനകത്ത് AMPK പാത്വേ എന്നൊരു സംഭവമുണ്ട്. പേര് കേട്ട് പേടിക്കണ്ട. ഇതിനെ നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിക് മാസ്റ്റർ സ്വിച്ച് എന്ന് വിളിക്കാം. വളരെ സിമ്പിളാ. നമ്മുടെ കോശങ്ങളിൽ ഗ്ലൂക്കോസും കൊഴുപ്പുമൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൺട്രോൾ ചെയ്യുന്നത് ഈ മാസ്റ്റർ സ്വിച്ചാണ്. ഇതിന് മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നിങ്ങളുടെ വീട്ടിലൊരു സ്മാർട്ട് എനർജി മാനേജർ ഇല്ലേ? അതുപോലെയാണ് ഈ AMPK. ശരീരത്തിലേക്ക് അധികമായി ഊർജം, അതായത് ഗ്ലൂക്കോസ് എത്തുമ്പോൾ ഈ സ്മാർട്ട് മാനേജർ അത് തിരിച്ചറിയും. എന്നിട്ട് പറയും, ഹേയ്, ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ഫ്യൂവലുണ്ട്, ഇത് വേഗം ഉപയോഗിച്ച് തീർക്കൂ, പഴയ സ്റ്റോക്കൊക്കെ എടുത്ത് കത്തിക്കൂ എന്ന്. അതുപോലെയാണ് AMPK ശരീരത്തിന് നിർദ്ദേശം കൊടുക്കുന്നത്. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന നിങ്ങൾക്ക് മെറ്റ്ഫോർമിൻ എന്ന പേര് നന്നായി അറിയാമായിരിക്കും അല്ലേ? ഈ മെറ്റ്ഫോർമിൻ എന്ന മരുന്ന് ചെയ്യുന്നതും ഇതേ AMPK പാത്വേയെ ആക്ടിവേറ്റ് ചെയ്യുക എന്നതാണ്. അതായത് ശരിയായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഒരു മരുന്ന് ചെയ്യുന്നതിന് സമാനമായൊരു പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു. ഇതൊരു ചെറിയ കാര്യമാണോ? അപ്പോ സംഭവം കൊള്ളാം അല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്. ചെറുധാന്യങ്ങൾ വാങ്ങി വെറുതെ കഞ്ഞിവെച്ച് കഴിച്ചാൽ മാത്രം ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടണമെന്നില്ല. ഇതിന്റെ മുഴുവൻ കഴിവും പുറത്തെടുക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ധാന്യങ്ങളെയും പോലെ ചെറുധാന്യങ്ങൾക്കും ഒരു സ്വാഭാവിക പ്രതിരോധ സംവിധാനമുണ്ട്. അതിനെ ആന്റി ന്യൂട്രിയൻസ് എന്ന് പറയും. പേര് കേൾക്കുമ്പോൾ വില്ലനാണെന്ന് തോന്നുമെങ്കിലും ഇതാ ധാന്യത്തിന്റെ ഒരു സുരക്ഷാ കവചമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ആന്റി ന്യൂട്രിയൻസ് അതിലുള്ള നല്ല പോഷകങ്ങളെ, അതായത് ഇരുമ്പ്, മഗ്നീഷ്യം പോലുള്ള മിനറൽസിനെ ഒക്കെ പൂട്ടിവെക്കും. അപ്പം നമ്മളത് കഴിച്ചാലും ശരീരത്തിന് വലിച്ചെടുക്കാൻ പറ്റില്ല. ഇതിനെ നമുക്കിങ്ങനെ സങ്കൽപ്പിക്കാം. ഓരോ ചെറുധാന്യവും ഒരു നിധി പേടകം പോലെയാണ്. അതിനകത്ത് നിറയെ പോഷകങ്ങൾ എന്ന നിധിയുണ്ട്. പക്ഷെ ആ പേടകം ഒരു വലിയ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ആ താഴിന്റെ താക്കോലുണ്ടെങ്കിൽ മാത്രമേ ആ നിധി നമുക്ക് കിട്ടൂ. അല്ലെങ്കിലോ വെറും പെട്ടി കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോ എന്താണ് ആ താക്കോലുകൾ? 4 പ്രധാനപ്പെട്ട താക്കോലുകളുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തേത് കുതിർക്കൽ. കുറഞ്ഞത് ഒരു 8 മുതൽ 12 മണിക്കൂർ വരെ ഇത് വെള്ളത്തിൽ കുതിർത്തു വെക്കണം. 2. മുളപ്പിക്കൽ. ഒരു ദിവസം മുതൽ 2 ദിവസം വരെ മുളപ്പിക്കാൻ വെച്ചാൽ വളരെ നല്ലതാണ്. 3. പുളിപ്പിക്കൽ. നമ്മൾ ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ മാവ് പുളിപ്പിക്കാറില്ലേ? അതുപോലെ തന്നെ. 4ാമത്തേതും പ്രധാനപ്പെട്ടതുമായ താക്കോൽ, ശരിയായ പാചകം. പോഷകങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിൽ ആവിയിൽ പുഴുങ്ങുന്നതോ പ്രഷർ കുക്ക് ചെയ്യുന്നതോ ആണ് ഏറ്റവും നല്ലത്. ഈ 4 കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ആ നിധി നമുക്ക് കിട്ടൂ.
ഓക്കെ, ഇതെല്ലാം കേട്ട് നാളെ മുതൽ ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നതിന് മുൻപ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്: സുരക്ഷ. പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ അത് എങ്ങനെ സുരക്ഷിതമായി ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കുക. സ്വന്തമായി ഒരു തീരുമാനമെടുക്കരുത്. കാരണം നിങ്ങൾ ഇൻസുലിനോ സൾഫോണിലൂരിയ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളോ എടുക്കുന്ന ആളാണെങ്കിൽ ചെറുധാന്യങ്ങൾ കഴിച്ചു തുടങ്ങുമ്പോൾ ഷുഗർ ലെവൽ പെട്ടെന്ന് താഴേക്കു പോകാൻ, അതായത് ഹൈപ്പോഗ്ലൈസീമിയ വരാൻ വലിയ സാധ്യതയുണ്ട്. അത് അപകടമാണ്. അപ്പോൾ ഗ്ലൂക്കോസ് എപ്പോഴും ചെക്ക് ചെയ്യണം. മരുന്നിന്റെ ഡോസ് കുറയ്ക്കണോ വേണ്ടയോ എന്ന് ഡോക്ടർ തീരുമാനിക്കണം. ഇതുകൂടാതെ തൈറോയ്ഡ് പ്രശ്നമുള്ളവർ, കിഡ്നി സ്റ്റോൺ വന്നിട്ടുള്ളവർ, ഇവരൊക്കെ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാര്യം ഓർക്കുക, ചെറുധാന്യങ്ങൾ ഒരു മാന്ത്രിക വടിയൊന്നുമല്ല, പക്ഷെ അതൊരു ശക്തമായ ടൂളാണ്. ഇത് നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശത്തിന് പകരമാവില്ല. മറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് കാര്യങ്ങൾ കൂടുതൽ നന്നായി സംസാരിക്കാനും ഒരുമിച്ച് ശരിയായ തീരുമാനമെടുക്കാനും ഈ അറിവ് നിങ്ങളെ സഹായിക്കും. ഇതൊരു ടീം വർക്കാണ് നിങ്ങളും നിങ്ങളുടെ ഡോക്ടറും തമ്മിലുള്ളത്. അപ്പോ ശരിയായ അറിവും നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെയുള്ള തയ്യാറെടുപ്പുകളുമുണ്ടെങ്കിൽ ഈ പുരാതന ധാന്യത്തിന് നിങ്ങളുടെ ഇന്നത്തെ മെറ്റബോളിക് ഹെൽത്ത് റീസെറ്റ് ചെയ്യാനുള്ള ഒരു താക്കോലാകാൻ കഴിയുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇതൊന്ന് റിയലൈസേഷനായിട്ട് ആലോചിച്ചു നോക്കൂ.